الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ഏറെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ സ്കൂളുകൾ അടച്ച് വീട്ടിൽ അവധിക്കാലം ആസ്വദിച്ചും അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണല്ലോ. പഠനത്തിരക്കുകളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് അവർക്ക് കിട്ടുന്ന ഒരു ഇടവേളയാണ് ഈ അവധിക്കാലം അഥവാ ഈ 2 മാസം സമ്മർ വെക്കേഷൻ എന്ന് പറയുന്നു. ഈ അവധിക്കാലം യഥാർത്ഥത്തിൽ അവർക്ക് അനുഭവിക്കുവാനും ആസ്വദിക്കാനും ഉള്ളത് തന്നെയാണ്. അത് അവരുടെ അവകാശത്തിൽപ്പെട്ടതാണ്. ഇത് പ്രത്യേകം പറയാൻ കാരണം, സ്കൂളുകൾ അടക്കുമ്പോൾ
ചില രക്ഷകർത്താക്കളെങ്കിലും ഇനി 2 മാസം എങ്ങനെ വീട്ടിൽ കുട്ടികളെ നിർത്തും എന്നതിനെ സംബന്ധിച്ച് വല്ലാതെ വിഷമിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അതിന് ചില കാരണങ്ങളുമൊക്കെ ഉണ്ട്. ഈ കുട്ടികൾ സ്കൂളിലാകുമ്പോൾ അവർ രാവിലെ സ്കൂളിൽ പോയാൽ വൈകുന്നേരമാണ് വരുന്നത്. അപ്പോൾ ദീർഘമായ പഠനത്തിൽ പിന്നെ തിരിച്ചു വന്നാൽ പിന്നെ ട്യൂഷൻ എങ്കിൽ ട്യൂഷൻ, അല്ലെ മദ്രസ എങ്കിൽ മദ്രസ, അങ്ങനെയൊക്കെ പോയി രാത്രിയായി പഠിച്ച് ഉറങ്ങും. ഇത് വീട്ടിൽ 24 മണിക്കൂറും അവർ വീട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒന്നിൽ കൂടുതൽ മക്കളുള്ള വീട്ടിലാണെങ്കിൽ ആ മക്കൾ തമ്മിൽ ചിലപ്പോൾ കളിയും തമാശയും അതിലേറെ ചിലപ്പോൾ വഴക്കും തല്ലും കൂടലും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇത് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ്, ഇത് ഓർത്തിട്ടാണ് രക്ഷകർത്താക്കൾ ഇനി എങ്ങനെയാണെന്ന്, ഈ 2 മാസം എങ്ങനെയാണ് എന്ന രീതിയിൽ അവർ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാറുള്ളൂ. ഈ അടിയും വഴക്കും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കൺട്രോൾ, രക്ഷകർത്താക്കളായ നമ്മുടെ കൺട്രോൾ പോകുകയും അങ്ങനെ അത് മക്കളെ ശകാരിക്കാനും വഴക്കു പറയാനും ചിലപ്പോൾ ചീത്ത വിളിക്കുകയും ശപിക്കുകയും ഒക്കെ ചെയ്യുന്ന രക്ഷകർത്താക്കളെയും ഒക്കെ കാണാറുണ്ട്. അതൊരിക്കലും അത് പാടുള്ളതല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. കുട്ടികളാകുമ്പോൾ നമ്മളൊക്കെയും തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടല്ലല്ലോ, താഴോട്ടല്ലല്ലോ വരുന്നത്, താഴെയിൽ നിന്ന് മുകളിലോട്ട് പോയവർ തന്നെയാണ് നമ്മൾ. ഈ കുട്ടിക്കാലമൊക്കെ കഴിഞ്ഞു പോയവരാണ് നമ്മൾ രക്ഷകർത്താക്കളായ ഓരോരുത്തരും. നമ്മളുമൊക്കെ കളിക്കുകയും കളിച്ചുല്ലസിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ഈ മക്കളും അവർക്കും കളിക്കാനും ഉല്ലസിക്കുവാനുമുള്ള സാഹചര്യം രക്ഷകർത്താക്കളെന്നുള്ള നിലയിൽ നാം അവർക്ക് വകവെച്ചു കൊടുക്കണം. അവർ കളിക്കുകയും ഉല്ലസിക്കുകയും അങ്ങനെ അവർ ആ രീതിയിൽ വളരുകയും ഒക്കെ ചെയ്യട്ടെ. അത് അവരുടെ ഈ കളിയും ചിരിയും എന്നൊക്കെ പറയുന്നത് അവരുടെ മാനസികമായ വളർച്ചയ്ക്കും ശാരീരികമായ വളർച്ചയ്ക്കും എല്ലാം വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മൾ ഈ പറയുന്നത് പോലെ ഈ എല്ലാം പഠിച്ചോ എന്ന രീതിയിൽ പഠിത്തവും ആ രീതിയിലൊക്കെ നമ്മുടെ കുട്ടികളെ മാറ്റിക്കൊണ്ടുപോയാൽ അവരെ ഈ കളിയിൽ നിന്നെല്ലാം, അവർ കളിക്കേണ്ട പ്രായത്തിൽ ആ കളിയെല്ലാം നമ്മൾ നിർത്തൽ ചെയ്താൽ ഈ കുട്ടികൾ വളർന്നു വരുന്നത് വളരെ ഭാവിയിൽ വലിയ ദോഷം ചെയ്യും എന്ന കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഈ അനാവശ്യമായ ചില രക്ഷകർത്താക്കളൊക്കെ അനാവശ്യമായിട്ട് കുട്ടികളെ ഒന്നിനും പുറത്തേക്ക് വിടാതെ അനാവശ്യമായി വീട്ടിൽ പൂട്ടിയിടുന്ന ഒരു രീതികളൊക്കെ കാണാറുണ്ട്. പക്ഷെ അത് അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളാണ് വലുതാകുമ്പോൾ വലിയ രീതിയിലുള്ള ഈ ഡിപ്രഷൻ പോലുള്ള ഈ മാനസിക വൈകല്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന കുട്ടികളായിട്ട് നമ്മുടെ മക്കൾ മാറുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വെക്കേഷൻ കാലഘട്ടം അവർ അത് അനുഭവിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ഈ അവധിക്കാലം നല്ല രീതിയിൽ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും ആ കുട്ടികളോടൊപ്പം നാം ഒക്കെ പങ്കുചേർന്നുകൊണ്ട് അവരെ അതിൽ സഹായിച്ചാൽ ആ കാര്യത്തിലൊക്കെ
ഇടപെട്ടുകൊണ്ട് നല്ല സന്തോഷത്തിലും ഒക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കുടുംബമായി നമ്മുടെ നല്ല മക്കളായിട്ട് നമ്മുടെ മക്കളെ മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ചില രക്ഷകർത്താക്കൾ എന്നുള്ള നിലക്ക് നമുക്ക് കുറേ കടമകളും കടപ്പാടുകളും ഒക്കെ നിർവഹിക്കാനുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ മക്കളെ കുറിച്ച് നാം ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. നമ്മുടെ മക്കൾ, ആ മക്കൾ എല്ലാവരും ആഗ്രഹിക്കുന്നു നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വളർന്നു വരണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നു. ഏതൊരു പിതാവിനും മാതാവിനെ സംബന്ധിച്ചും അവരുടെ ആഗ്രഹമാണ് നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വളർന്നു വരണം. എങ്ങനെയാണ് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളരാൻ സാധിക്കുക, അവരെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുക? അതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇസ്ലാം ദീനിന് ചില കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട്, നമ്മൾ പഠിക്കാനുമുണ്ട്. നമ്മൾ കേവലമായ ബാപ്പയും ഉമ്മയുമായിട്ട് മാറാൻ പാടില്ല. പേരിനൊരു ബാപ്പയും പേരിനൊരു ഉമ്മയുമായിട്ട് മാത്രം നമ്മൾ മാറാൻ പാടില്ല. നമുക്ക് ചില ഉത്തരവാദിത്വങ്ങളും കടമകളും ഒക്കെ നിർവഹിക്കാനുണ്ട്. അത് വളരെ സ്ട്രിക്റ്റായ നിയമങ്ങൾ അവരിലേക്ക് ചെലുത്തി ആ രീതിയിൽ അവരെ എല്ലാ രീതിയിലും വലിഞ്ഞു മുറുക്കി അങ്ങനെയല്ല, അതിനൊക്കെ അയയേണ്ട സ്ഥലത്ത് അയഞ്ഞു കൊടുക്കുകയും അയഞ്ഞു പെരുമാറേണ്ട സ്ഥലത്ത് അയഞ്ഞു പെരുമാറണം. ചില സന്ദർഭങ്ങളിൽ ചില കാര്യത്തിൽ നമുക്ക് അത് സ്ട്രിക്റ്റായിട്ട് പറയേണ്ടി വരും. അത് ആ സമയത്തേക്ക് മാത്രം സ്ട്രിക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും വേണം. അങ്ങനെ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ മക്കളെ ഒരിക്കലും നഷ്ടപ്പെടാതെ നമ്മളോടൊപ്പം ചേർത്ത് വളർന്നു വരാൻ അവർക്കും സാധിക്കുന്നതാണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതിലൊന്നാമത് വേണ്ടത് സ്നേഹിക്കുക എന്ന് തന്നെ. നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കണം. ആ സ്നേഹത്തിൽ ഒരുവിധ പിശുക്കും കാണിക്കാൻ പാടില്ല. കലവറയില്ലാത്ത സ്നേഹം, വിട്ടുവീഴ്ചയില്ലാത്ത സ്നേഹം നാം അവർക്ക്, നമ്മുടെ മക്കൾക്ക് നൽകുന്ന കാര്യത്തിൽ ഒരുവിധ പിശുക്കും കാണിക്കാൻ പാടില്ല. എന്നാൽ ഇന്ന് രക്ഷകർത്താക്കൾ അവരുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ നാം സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടായിരിക്കും, പക്ഷെ പലരും അത് പ്രകടിപ്പിക്കാറില്ല എന്നുള്ളത്. അങ്ങനെ പോരാ. സ്നേഹം ഉണ്ട് എങ്കിൽ അത് പ്രകടിപ്പിക്കുക കൂടി വേണം. അത് ആ കുട്ടി അറിയണം, എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നറിയണം. ചിലർ ഈ വീട്ടിൽ വന്ന പിന്നെ എന്ത് കാണുന്നതും കുറ്റം. കുട്ടി അവിടെ ഇരുന്നാ കുറ്റം, കുട്ടി ഇവിടെ ഇരുന്നാ കുറ്റം, മൊബൈലൊന്ന് കണ്ടാൽ കുറ്റം. അങ്ങനെയൊന്നും ആ രീതിയിലേക്ക് നമ്മൾ മാറാൻ പാടില്ല. അവിടെയൊക്കെ ഒരു പിതാവ് എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് അവരെ സ്നേഹിച്ച് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കും. സ്നേഹിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പല രക്ഷകർത്താക്കൾക്കും നേരമില്ല. ചിലരൊക്കെ മക്കളൊക്കെ വാപ്പയെ കാണുന്നത് ഏതെങ്കിലും ഒരു ഹോളിഡേയ്സിലായിരിക്കും, അവധി ദിവസമായിരിക്കും. അത് ചിലപ്പോൾ ഇറച്ചി മേടിക്കും. ഞായറാഴ്ചയാകുമ്പം പലരും ഇറച്ചി മേടിച്ചു കൊണ്ടുവരും. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അതിരാവിലെ വാപ്പ പുറത്തു പോകും. അപ്പം മക്കൾ എഴുന്നേൽക്കുമ്പോൾ വാപ്പയില്ല. മക്കൾ ഉറങ്ങുമ്പോഴായിരിക്കും വാപ്പ കയറി വരുന്നത്. രാത്രി ജോലിയാണ്, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ്. അപ്പോൾ പിന്നെ എന്താണ്, ഞായറാഴ്ച ഒരു ദിവസം അതങ്ങനെ കാണുമ്പോൾ വാപ്പ ഇറച്ചി മേടിക്കും. അപ്പം ഒരു ദിവസം ഇത് കണ്ടില്ല, ഇങ്ങനെ ഈ സംഭവം കണ്ടില്ല. അപ്പൊ കുട്ടി ചോദിക്കുകയാണ്, എന്താണ് ഇന്ന് ആ ഇറച്ചിക്കാരൻ വന്നില്ലല്ലോ.
ഇന്ന് ആ ഇറച്ചിക്കാരൻ ഇറച്ചിയും കൊണ്ട് വന്നില്ലല്ലോ എന്ന് കുട്ടി. അതാണ് ആ കുട്ടിയുടെ കുട്ടി കാണുന്ന വേറെ വാപ്പ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തിനനുസരിച്ചുള്ള യോഗ്യത ആ കുട്ടിക്ക് ആ പിതാവിൽ നിന്നും ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങളാണത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കാര്യത്തിൽ, ആ മക്കളുടെ കാര്യത്തിൽ, അവരെ സ്നേഹിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ പ്രത്യേകം സ്നേഹിക്കേണ്ടതുണ്ട്. മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പരക്കം പാച്ചിലുകൾ, ഈ ഓട്ടപ്പാച്ചിലുകളൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയാണ്. പക്ഷേ അങ്ങനെ ഓടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് നമ്മുടെ കുടുംബം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് സമയം കിട്ടുമ്പോഴെല്ലാം നമ്മുടെ മക്കളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അവരുമായി കളിക്കുകയാണ്. കളിപ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ അവരോടൊപ്പം കളിക്കാനും, അതിലും മുതിർന്ന കുട്ടികളാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഇടപെടാനും ഒക്കെ സാധിച്ചാൽ നമ്മുടെ മക്കൾ ആ സ്നേഹത്തോടു കൂടി വളർന്നു വരാൻ സാധിക്കും. നമ്മളൊക്കെ ഇപ്പോ പ്രാർത്ഥിക്കും, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. പടച്ചവനെ, എന്നെ ഇവർ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ ഇവരെ രണ്ടുപേരോടും നീ കാരുണ്യം കാണിക്കണമേ എന്നാണ് ആ പ്രാർത്ഥന. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. എന്നെ ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ എന്നെ പോറ്റി വളർത്തി എന്നാ പറയും. ആ മകൻ തൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥന? എന്നെ ഇവർ ചെറുപ്പത്തിൽ വളർത്തിയതുപോലെ ഇവരോട് രണ്ടുപേരോടും നീ കരുണ കാണിക്കണേ. അപ്പൊ നമ്മൾ കൊടുത്ത സ്നേഹത്തിന്റെ ഫലമാണത്. നമ്മൾ അവർക്ക് നൽകിയ സ്നേഹത്തിന്റെ ഫലമായിട്ടാണ് ആ മകൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പൊ കൊടുത്താൽ മാത്രമേ തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. കൊടുത്താലേ കിട്ടുകയുള്ളൂ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു, ഈ വയസ്സായ പ്രായമായ മാതാപിതാക്കളൊക്കെ ഇപ്പോൾ പരിതപിക്കുകയാണ്, ഇപ്പോൾ പരാതിയുമായിട്ട് നടക്കുകയാണ്. എന്താ പരാതി? നമ്മൾ മക്കൾ അന്വേഷിക്കുന്നില്ല, മക്കൾ എന്നെ നോക്കുന്നില്ല, മക്കൾ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന പരാതിയുമായിട്ട് നടക്കുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ മക്കൾക്ക് അവർക്ക് ലഭിക്കേണ്ട പ്രായത്തിൽ ഇവരിൽ നിന്നും അങ്ങോട്ട് ലഭിക്കേണ്ടത് ആ കുട്ടിക്ക്, ആ മകന്, ആ മകൾക്ക് ലഭിച്ചിട്ടുണ്ടാവുകയില്ല. എന്താ ഇന്ന് പല കുട്ടികളും അവർ സ്നേഹിക്കുന്നത് നമ്മളെക്കാൾ മറ്റുള്ളവരെയാണ്. നമ്മുടെ മക്കൾ നമ്മളെക്കാൾ മറ്റുള്ളവരെ, കൂട്ടുകാരനെ സ്നേഹിക്കുന്നു, കൂട്ടുകാരിയെ സ്നേഹിക്കുന്നു, അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെയൊക്കെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സ്നേഹം നമ്മളെക്കാൾ കൂടുതൽ അങ്ങോട്ടേക്ക് പോകാനുണ്ടായ കാരണം? നമ്മളിൽ നിന്ന് അവർക്ക് സ്നേഹം തീരെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് വളരെ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ രക്ഷകർത്താവും ഓരോ ഉമ്മയും ഓരോ വാപ്പയും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇന്നിപ്പോ ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കാതെ ഓടിക്കളയുകയാണ്. അത് ചിലപ്പോൾ എന്തിലേക്കും പോകുന്നു? പിന്നെ ഈ കോളേജ് കുട്ടികളൊക്കെ ആണെങ്കിൽ അവരിഷ്ടപ്പെട്ടവൻ്റെ കൂടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന എത്രയോ കാര്യങ്ങൾ. അപ്പം ഇവിടെ നമ്മൾ നന്നായിട്ട് അവരെ സ്നേഹിച്ചാൽ, നല്ല രീതിയിൽ നാം അവരോട് സ്നേഹിച്ചാൽ ഒരിക്കലും നമ്മുടെ മക്കൾ ആ ഒരു തീരുമാനം എടുക്കുകയില്ല. ഉറപ്പാണ്. നമ്മൾ അവർക്ക് അവകാശപ്പെട്ട, അവർക്ക് ലഭിക്കേണ്ടുന്ന ആ സ്നേഹം മര്യാദക്ക് നൽകിയാൽ, ഇവിടെ വീട്ടിലെന്താണ് വാപ്പ പിന്നെ SIയുടെ പവറിലാണ് ഇരിക്കുന്നത്.
ഉമ്മ വേറൊരു രീതിയിൽ. എന്തെങ്കിലും ചോദിച്ച് വാപ്പാടെ അടുത്ത് ചെന്നാൽ വാപ്പ ഓടിക്കും, ഉമ്മാടെ അടുത്ത് ചെന്നാൽ ഉമ്മായി ഓടിക്കും. ഈ കുട്ടി എവിടെ പോകും? ഇത് ഇന്ന് നടക്കുന്ന കാര്യമാണ്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് സമീപിച്ചാൽ ഇതാണ് അവസ്ഥ. അങ്ങനെ വരുമ്പോഴാണ് അവർ വേറെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പൊ സഹോദരങ്ങളെ, നമുക്ക് ഇസ്ലാം ദീനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിലൊക്കെ നമുക്ക് മാതൃകകളുണ്ട്. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ സൃഷ്ടികളിൽ ഉത്തമനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ജോലി തിരക്കുകളും ഉള്ളയാളായിരുന്നു. ഈ ഒരു സന്ദേശം ലോകത്തിന് സമർപ്പിക്കേണ്ട ആളായിരുന്നു, എത്തിക്കേണ്ട ആളായിരുന്നു. അള്ളാഹു ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനിടയിലും തൻ്റെ കുടുംബത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നുവെന്ന് എത്രയോ സന്ദർഭങ്ങൾ, സംഭവങ്ങൾ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നല്ല ഭർത്താവ് മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു നല്ല പിതാവ് കൂടിയായിരുന്നു. മക്കളുടെ വാപ്പയുടെ നല്ല ഒരു വാപ്പ കൂടിയായിരുന്നു, നല്ലൊരു പിതാവ് കൂടിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹ്, തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിലുണ്ട് ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃകയുണ്ട്, നല്ല റോൾ മോഡൽ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നോക്കിയാൽ മതി. ഏതൊരു പിതാവിനെ സംബന്ധിച്ചും ഏതൊരു മാതാവിനെ സംബന്ധിച്ചും ഒക്കെ എങ്ങനെയാണ് ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നുള്ള കൃത്യമായ പാഠം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും അവിടുത്തെ കുടുംബത്തിൽ നിന്നും നമുക്ക് പഠിച്ചെടുക്കാൻ ധാരാളമുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഉത്തമമായ മാതൃകയുണ്ട്. ആർക്ക്? ലിമൻ കാന യർജുല്ലാഹ, അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്നവർക്കും, വൽ യൗമൽ ആഖിറ, പരലോകത്തെ പ്രതീക്ഷിക്കുന്നവർക്കും, വദക്കറല്ലാഹ കസീറ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്കും നിങ്ങളുടെ പ്രവാചകനിൽ, നിങ്ങളുടെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുമ്പോൾ, സഹോദരങ്ങളെ, ആ പ്രവാചകനെ പിൻപറ്റാൻ, അനുധാവനം ചെയ്യാൻ, കൃത്യമായി റോൾ മോഡലാക്കാൻ നമുക്കൊക്കെ കഴിയേണ്ടതുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ. ഒരിക്കൽ ഹസൻ റളിയല്ലാഹുവിന് കുട്ടിയാണ്, പേരക്കുട്ടി, അലിയുടെയും ഫാത്തിമയുടെയും മകനാണ്. രണ്ടു മക്കൾ, ഹസനും ഹുസൈനും. ഹസൻ റളിയല്ലാഹു അൻഹു നബിയുടെ അരികിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹു അൻഹുവിനെ മടിയിലിരുത്തി ചുംബിച്ചു. ഹദീസിൽ കാണാം, ഇപ്രകാരം കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഖബ്ബല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹസൻ ഇബ്നു അലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഇബ്നു അലിയെ ചുംബിച്ചു. അപ്പോൾ വഇൻദഹു അൽ അഖ്റഅ ഇബ്നു ഹാബിസ്, ആ സമയത്ത് പ്രവാചകന്റെ അരികിൽ സഹാബിയായ അഖ്റഅ ഇബ്നു ഹാബിസ് അടുത്തിരിപ്പുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറയാണ്, ഫഖാലൽ അഖ്റഅ ഇന്ന ലീ അശറതൻ മിനൽ വലദി, എനിക്ക് 10 മക്കളുണ്ട്, 10 മക്കളുള്ള വാപ്പയാണ് ഞാൻ. മാ ഖബ്ബൽതു മിൻഹും മഹദ, ഞാൻ ഒരാളെയും ഇന്നുവരെ ചുംബിച്ചിട്ടില്ല നബിയെ. ഞാൻ ഇന്നുവരെ ഒരു ഉമ്മ തൻ മക്കൾക്ക്, ഇത്രയും 10 മക്കളുണ്ടായി, 10 മക്കളിൽ ആർക്കും ഞാൻ ഒരു ഉമ്മ നൽകിയിട്ടില്ല, ഒരു ചുംബനം നൽകിയിട്ടില്ല എന്ന് നബിയോട് പറഞ്ഞപ്പോൾ നബി ഫനദറ ഇലൈഹി, നബി ആ അഖ്റയിലേക്ക് നോക്കിയെന്നാണ്. അഖ്റയിലേക്ക് നബി, ആ സഹാബിയെ നബി നോക്കിക്കൊണ്ട് പറഞ്ഞു,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, എന്നിട്ട് പറയാണ്, മൻ ലാ യർഹമു ലാ യുർഹം. കരുണ കാണിക്കാത്തവരോട് അല്ലാഹ് കരുണ കാണിക്കപ്പെടുകയില്ല. കരുണയില്ലാത്തവരോട്, കരുണ കാണിക്കാത്തവരോട് കരുണ കാണിക്കപ്പെടുകയില്ല എന്ന് അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരോടും സ്നേഹവും കാരുണ്യവും ഒക്കെ ഉണ്ടാകണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരിക. നോക്കുക സഹോദരങ്ങളെ, പ്രവാചകന്റെ ജീവിതം അങ്ങനെ കുട്ടികളുമായിട്ടുള്ള പ്രവാചകന്റെ മുആമലാത്ത്, ഇടപെടൽ ഒക്കെ നമുക്ക് ധാരാളം കാണുവാൻ സാധിക്കും. ഒരു കുട്ടികൾ കളിക്കുകയാണെങ്കിൽ പ്രവാചകൻ അതിലെ പോവുകയാണെങ്കിൽ എല്ലാവർക്കും സലാം പറയും എന്നല്ല, പിടിച്ചിരുത്തി തലയൊക്കെ തടവി കുട്ടികളോട് ഒരിഷ്ടമുള്ള പ്രവാചകനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതല്ലാതെ ഞാൻ വലിയ അന്ത്യപ്രവാചകനാണ്, ഞാൻ വലിയ അങ്ങനത്തെ ആളാണ്, സ്വർഗത്തിലേക്ക് ആദ്യം പോകുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ എന്നുള്ള ആ ഒരു ഭാവം, അഹംഭാവം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. എല്ലാവരോടും സ്നേഹം. കൂട്ടത്തിൽ ഒരാളായിരുന്നു പ്രവാചകൻ, കൂട്ടത്തിൽ ഒരാളായിരുന്നു. അതായത് ഒരാൾ പുറത്തുനിന്ന് വന്ന് നോക്കിയാൽ ചോദിക്കേണ്ടി വരും, അയ്യക്കും മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ് എന്ന് ചോദിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അവരിൽ ഉൾപ്പെട്ട ഒരാളായിരുന്നു. പ്രത്യേക വേഷം അങ്ങനെ ഒന്നും കൊണ്ട് തിരിച്ചറിയപ്പെടുന്ന ആളായിരുന്നില്ല. കൂട്ടത്തിൽ ഞാൻ വലിയ ഒരു കെട്ട് കൂടുതൽ, ഒരു തലപ്പാക്കെട്ട് കൂടുതൽ അങ്ങനെ വെച്ചുകൊണ്ട് ഇരിക്കുന്ന ആളായിരുന്നില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഓരോന്നും ഫാത്തിമ റളിയല്ലാഹു അൻഹ വലുതായി ആ പ്രവാചകൻ കാണുമ്പോൾ ചുംബിക്കുമായിരുന്നു എന്ന് ഫാത്തിമക്ക് നാണം തോന്നിയിട്ടുണ്ട്. അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മകളോട് പറഞ്ഞിട്ടുണ്ടല്ലോ പലപ്പോഴും, ഫാത്തിമത്ത് ബിന്തു മുഹമ്മദ്, നീ എന്താണ് ഖിത്അത്തു ഖബ്ദി, നീ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന രീതിയിൽ കാണുമ്പോൾ പറയുമായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തിൽ ജീവിച്ച ചരിത്രങ്ങൾ. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ചുമലിലെത്തി ഇങ്ങനെ കളിക്കുകയാണ്. ഈ ആനയും പാപ്പനും കളിക്കുമല്ലോ. നമുക്കൊക്കെ ഇന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും. നമ്മളൊക്കെ വലിയ വാപ്പമാരും വലിയ ഉമ്മമാരും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ആനയും പാപ്പനും കളിക്കാൻ ചുമലിലാരാണ്? ഹസൻ ഇബ്നു അലി കയറിയിരിപ്പുണ്ട്. ഇത് കണ്ടുകൊണ്ടുവന്ന ഒരു സഹാബി ആ കുട്ടിയോട് പറയുകയാണ്, കുട്ടി, നീ കയറിയിരിക്കുന്ന വാഹനം എത്ര നല്ല വാഹനമാണെന്നറിയുമോ? നീ കയറിയിട്ടുള്ള വാഹനം എത്ര നല്ല വാഹനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ പറഞ്ഞത്, വാഹനം മാത്രമല്ല, അതിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരൻ നല്ലവനാണ്. അത് എന്താണ് ഹസൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത്? വാഹനം മാത്രമല്ല, യാത്രക്കാരനും നല്ലവൻ തന്നെയെന്ന്. നോക്കുക സഹോദരങ്ങളെ, ഇങ്ങനെ പ്രവാചകന്റെ ഓരോരോ ജീവിതവും ഒക്കെ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞാൽ തീരത്തുമില്ല. എത്ര ഖുത്ബ പറഞ്ഞാലും അവസാനിക്കുകയില്ല പ്രവാചകന്റെ ആ കുട്ടികളോടുള്ള, മക്കളോടുള്ള പെരുമാറ്റം. അപ്പൊ നമ്മളൊക്കെ ഇതിനകത്തൊക്കെ ഒരുപാട് മാറാനുണ്ട് എന്ന്, ഒരുപാട് മാറേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പഴയതുപോലെ കുറുവടിയും ഒക്കെ ആയിട്ട് വീട്ടിലിരുന്നാൽ ശരിയാവുകയില്ല. നമ്മുടെ മക്കളെ അടുത്തിരുത്തി സ്നേഹിക്കാനും ലാളിക്കാനും താലോലിക്കാനും ഓരോ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ആ രീതിയിൽ മക്കളോട് അല്ലെങ്കിൽ എല്ലാവരോടും, ചെറിയ പ്രായത്തിലുള്ള എല്ലാവരോടും കാരുണ്യം കാണിക്കുന്ന നല്ല ഒരു പിതാവും നല്ലൊരു മാതാവുമാകാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് മക്കളെ സ്നേഹിക്കേണ്ട, മക്കൾക്ക് സ്നേഹം നൽകേണ്ട കാര്യത്തെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ സ്നേഹത്തിൻ്റെയൊക്കെ ഒരു നേർ വിപരീതമായ ഒരു വശവും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞത് സ്നേഹിക്കാത്ത കുറവാണ്. എന്നാൽ മറ്റൊരു കാര്യം, കുട്ടികളെ അമിതമായി ലാളിച്ചും കൊഞ്ചിച്ചും വഷളാക്കുന്ന രക്ഷകർത്താക്കൾ. അങ്ങനെയുള്ള ഒരു അപകടം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കുട്ടികൾ പറയുന്നത് എല്ലാം കുട്ടികൾക്ക് ഒത്ത് ജീവിക്കുക, കുട്ടികൾ പറയുന്നതനുസരിച്ച് നീങ്ങുന്ന രക്ഷകർത്താക്കൾ, അതൊരിക്കലും പാടുള്ളതല്ല. ശാസനയും ഉപദേശവും ഒന്നും വേണ്ടിടത്ത് നൽകാതെ അവരുടെ തെറ്റുകൾ തിരുത്താനും നന്മയിലേക്ക് നയിക്കാനും ഏറ്റവും കൂടുതൽ ബാധ്യസ്ഥരായ മാതാപിതാക്കൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ വരുമ്പോൾ വാസ്തവത്തിൽ ഈ മക്കൾ, ആ സന്താനങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വേണ്ട സമയത്ത് ഈ ഒരുപാട് അമിതമായ സ്നേഹവും ലാളനയും ഒക്കെ നൽകുമ്പോൾ അവർ നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകും. പിന്നെ ആ മക്കൾ തെമ്മാടികളും ദുർമാർഗികളും പല ദുശ്ശീലങ്ങൾക്കുമൊക്കെ അടിമപ്പെട്ട് അവർ വളരുമ്പോൾ സമൂഹത്തിന് അവർ വെറുക്കപ്പെട്ടവരായി മാറുകയും അപകടങ്ങളൊക്കെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ എത്രയോ സംഭവങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഈ ലാസ്റ്റ് റമദാന് തൊട്ടു മുമ്പാണ് ഒരു 5 പേരെ കൊന്ന അഫാൻ എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടിയെ മാതാവ് വഷളാക്കിയെന്നാണ് പൊതുവെ പറയുന്നത്. വല്ലാഹു അഅലം. മാതാവ് അനാവശ്യത്തിനും എല്ലാം അവൻ്റെ ഇതിനനുസരിച്ച് ജീവിച്ചു കുറെ കടങ്ങൾ ഉണ്ടാക്കിയെന്ന്. ആ കടം വീട്ടാൻ വേണ്ടിയാണ് ആ കുട്ടി അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം അവനിൽ നിന്ന് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഈ രീതിയിൽ സ്നേഹം വേണം, പക്ഷേ അത് ഓവറാകാൻ പാടില്ല, അമിതമാകാനും പാടില്ല. ആവശ്യത്തിന് സ്നേഹം നൽകുകയും അതോടൊപ്പം അത് അമിതമാവാനും പാടില്ല. പലരും പല വിധത്തിലും കുട്ടികളെ വഷളാക്കുന്ന രക്ഷകർത്താക്കളുണ്ട്, ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്. അവർ പറയുന്നതെല്ലാത്തിനും നിന്നു കൊടുക്കുന്ന സ്വഭാവം. അത് വേണ്ടതിനാണെങ്കിൽ നമുക്ക് തെറ്റല്ല, അത് ആവശ്യത്തിനാണ്. പക്ഷെ അനാവശ്യ കാര്യങ്ങൾക്കും എല്ലാം കൂടെ നിൽക്കുകയാണെങ്കിൽ അത് വലിയ അപകടത്തിലേക്കും അവസാനം അത് ലഭിക്കാതെ വരുമ്പോൾ അത് ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ എന്താകും, നമ്മുടെ നേരെ അത് അവർ തിരിയുകയും ചെയ്യും. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ അവരുടെ ആവശ്യമായ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും അനാവശ്യമായ കാര്യങ്ങൾ അത് അവരെ പറഞ്ഞ് തിരുത്തുകയും ഒക്കെ ചെയ്യേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അത് അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഹറാമ് ഹലാല് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു തെറ്റാണ് എങ്കിൽ മകനെ അത് തെറ്റാണ്, പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവരുടെ എല്ലാ ദീനിയായ കാര്യങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും ഭൗതികപരമായ കാര്യങ്ങളിൽ താല്പര്യമെടുക്കുന്ന പിതാക്കൾ കുട്ടിയെ കാണുമ്പോൾ മോനെ നീ നമസ്കരിച്ചോ എന്ന് മാത്രം ചോദിക്കുകയില്ല, മറ്റു കുറേ കാര്യങ്ങൾ ചോദിക്കും. മോനെ ട്യൂഷന് പോയോ, മോൻ കുളിച്ചോ, മോൻ ആഹാരം കഴിച്ചോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നിസ്കരിച്ചോ എന്ന ചോദ്യം
കാണുകയില്ല, ആ കൂട്ടത്തിൽ ഇത് ചോദിക്കുകയില്ല. അങ്ങനെ ആ കുട്ടിയും വിചാരിക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്, ഇത് എത്ര കുറെ അങ്ങേ അറ്റത്തെ കാര്യമാണ്, അത് ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കുട്ടികൾ മനസ്സിലാക്കുകയാണ്. അപ്പൊ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കുട്ടികൾക്ക് മതബോധം നൽകുക എന്നുള്ളത്. ദീനീയായ ബോധം നമുക്ക് നൽകാൻ സാധിക്കണം, ദീനീയായ വിദ്യാഭ്യാസം നൽകണം. അതായത് ലുക്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, അതൊരു പിതാവിന്റെ ഉപദേശങ്ങൾ നമുക്ക് സൂറത്ത്, ആ പിതാവിന്റെ പേരിൽ തന്നെ ആ സൂറത്ത് അറിയപ്പെടും, സൂറത്തു ലുക്മാൻ. ആ ലുക്മാനിൽ തന്നെ എന്താണ്, വഇദ് ഖാല ലുക്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അളീം എന്ന് തുടങ്ങി അവസാനം അവന്റെ സ്വഭാവ രൂപീകരണത്തെ സംബന്ധിച്ചു വരെ വളരെ കൃത്യമായി ഉപദേശം നൽകുന്ന ഒരു പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്ത് ലുക്മാനിൽ കാണാൻ സാധിക്കും. ലുക്മാൻ അലൈഹിസ്സലാം, അതായത് നമ്മൾ പറയില്ല ദീനിയാത്ത്, അമലിയാത്ത്, അഖ്ലാഖ്. ആദ്യം ദീനിന്റെ കാര്യം, അത് കഴിഞ്ഞ് അമലിയാത്ത്. യാ ബുനയ്യ എന്താണ്, അഖ്മിസ്സലാത്ത, നീ നമസ്കാരം നിലനിർത്തണം മകനെ എന്ന് പറയുന്നു. അതിന് തൊട്ടു മുമ്പ് ആദ്യം പറഞ്ഞു കൊടുത്തത് മകനെ നീ അള്ളാഹുൽ പങ്കു ചേർക്കരുത്, മകനെ വിശ്വാസം ആദർശം പഠിപ്പിക്കും. നമ്മൾ അങ്ങനെ ആരവം പറയാറുണ്ട്, നമ്മുടെ മക്കളോട് പറഞ്ഞിട്ടുണ്ടോ? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം, മകനെ ശിർക്ക് മഹാപാപമാണ് മകനെ, നീ അള്ളാഹുൽ ശിർക്ക് വെക്കരുത് മകനെ എന്ന് ഉപദേശിക്കുന്ന ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം എന്താണ് മകന് പറഞ്ഞു കൊടുക്കുന്നത്? ഈ ശിർക്കിന്റെ കാര്യം പറയുമ്പോൾ വേറൊന്നും പറഞ്ഞു കൊടുത്തില്ലെന്നാണോ? അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തി, അള്ളാഹു ആരാണ് എന്ന് കൃത്യമായി ആ മകന് പറഞ്ഞു പരിചയപ്പെടുത്തി കൊണ്ടുണ്ടാകുമല്ലോ. ഖുർആനിൽ ഇങ്ങനെ യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് എന്ന് പറയുമ്പോൾ അതൊരു സാഹചര്യത്തിൽ ഒരുക്കി നിർത്തുകയല്ല, അതിനൊരുപാട് കാര്യങ്ങൾ ലുക്മാൻ നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ കുറിച്ച് തന്റെ മകന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. നമുക്കും നമ്മുടെ മക്കളോട് ഓരോ പ്രായത്തിലും, കുട്ടിയാണെങ്കിൽ ആ കുട്ടി പ്രായത്തിൽ മോനെ ആകാശം സൃഷ്ടിച്ചതാരാ? അള്ളാഹ്. കുട്ടികളോട് അവർ വളർന്നു വരുമ്പോൾ അതനുസരിച്ച് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ മക്കളെ അള്ളാഹുവിനെ കുറിച്ച് പറയാൻ സാധിക്കണം. അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ രക്ഷകർത്താക്കളെ, പിതാക്കളെ, ഉമ്മമാരെ ഒരിക്കലും നമ്മുടെ കുട്ടിയെ സംബന്ധിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. അള്ളാഹിനെ കുറിച്ച് തന്റെ കുട്ടിക്ക് ബോധമുണ്ടായോ, കൃത്യമായ അറിവ് നമ്മുടെ മക്കൾക്ക് കിട്ടിയോ എങ്കിൽ ഒരിക്കലും നമ്മുടെ മക്കളെ സംബന്ധിച്ച് ഭയപ്പെടേണ്ടതില്ല. ധൈര്യമായിട്ട് നമുക്ക് അവരെ എവിടെയും പറഞ്ഞേക്കാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആടിനെ മേയിച്ച ആട്ടിടയനോടായ ഒരു ബാലൻ ഉമർ റളിയല്ലാഹു അൻഹു പരീക്ഷിക്കുകയാണ്, എനിക്കൊരാടിനെ തരുമോ, എനിക്കൊരാടിനെ തരുമോ? കുറെ ആടുണ്ടല്ലോ, ഒരാടിനെ തരുമോ? ഇല്ല, തരില്ല, അത് യജമാനനുണ്ട്, കണക്ക് കൊടുക്കണം. വൈകുന്നേരമാകുമ്പോൾ യജമാനന് കണക്ക് കൊടുക്കണം. നീ പറഞ്ഞാൽ മതി, പിന്നെ അത് ഒരെണ്ണത്തിന് ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പറഞ്ഞു, ചെന്നായ പിടിച്ച ഐനല്ലാ. ആ കുട്ടി, ആ ബാലൻ ഒരു വിദ്യാഭ്യാസവും ഒന്നും ആട്ടിടയനാണ്, കോളേജിലൊന്നും പോയിട്ട് പഠിച്ച കുട്ടിയല്ല, വെറും ആട്ടിടയൻ. ഐനല്ലാ, അല്ലാഹു എവിടെ? അല്ല കാണുന്നുണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാനെ ഒളിപ്പിക്കാനോ പറ്റിക്കാനോ ഒക്കെ സാധിക്കുമോ? അതും അങ്ങനെയുള്ള കുട്ടികളായിട്ട് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ദീനിയായ വിദ്യാഭ്യാസം നൽകണം. പക്ഷെ അതിന് മാത്രം നമുക്ക് രക്ഷയില്ല. എന്നിട്ട് നമ്മൾ കണ്ണീരൊഴിക്കും, ആരെയും പഴിക്കും, അള്ളാനെയും പഴിക്കും. എൻ്റെ മക്കൾ അങ്ങനെയായിപ്പോയി, എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോയി. എന്താ കാരണം? നമ്മളാണ് അതിന് ഉത്തരവാദികൾ. നമ്മുടെ മക്കളെ അവർക്ക് വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസം, ദീനിയായ വിദ്യാഭ്യാസം നൽകാത്തതിന്റെ കാരണമാണ് അവർ ഇങ്ങനെയൊക്കെ ആയത്. നാളെ പരലോകത്തും അവർ നമുക്കെതിരെ തിരിയും. ഈ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെയാണ്. ഈ മക്കൾക്ക് വേണ്ടിയാണല്ലോ ജീവിക്കുന്നത്, കൊണ്ടു കൊടുക്കുന്നത്. ചിലപ്പോൾ ഹറാമും ഹലാലും ഒന്നും നോക്കുകയില്ല.
കുടുംബത്തിന് വേണ്ടി അങ്ങനെ ഒക്കെ ഓടി നടന്ന് കഷ്ടപ്പെടുന്ന രക്ഷകർത്താക്കളെ, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഈ മക്കൾ, നീ കഷ്ടപ്പെട്ട് വളർത്തിയ നിന്റെ മക്കൾ, നമ്മുടെ മക്കൾ നമുക്കെതിരിൽ തിരിയുമെന്നാണ്. പടച്ചവനെ, ഈ എൻ്റെ രക്ഷകർത്താക്കൾ എന്നെ ദീനീ വിദ്യാഭ്യാസം നൽകിയില്ല, നിന്നെക്കുറിച്ച് പഠിപ്പിച്ചില്ല എന്ന് പരാതി പറയുമെന്ന്. അതുകൊണ്ട് അവരെ എൻ്റെ മുമ്പിൽ കൊണ്ടുപോവാ, ഞാൻ അവരെ ഒന്ന് ചവിട്ടട്ടെ, അവരെ എൻ്റെ കാലിനടിയിലിട്ട് ചവിട്ടട്ടെ എന്ന് പറയുമെന്ന് മക്കൾ. അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകിച്ചും, അവർക്ക് അവധിയുള്ള സമയമാണ്. കൃത്യമായി സ്കൂൾ ഉള്ളപ്പോൾ പറയും അവിടെ പോയി പഠനമുണ്ട്, പഠിത്തമുണ്ട്, ട്യൂഷനുണ്ട് എന്നൊക്കെ പറയും. ഇപ്പൊ ഒന്നുമില്ലല്ലോ. വീട്ടിൽ കുട്ടികൾ ഫ്രീ അല്ലേ, അസർ ബാങ്ക് വിളിക്കും, ഇത് കഴിഞ്ഞാൽ ജുമാ കഴിഞ്ഞാൽ അസർ വിളിക്കും. കുട്ടികളോട് പറയണം, മകനെ പള്ളിയിൽ പോയി നമസ്കരിക്കൂ. അങ്ങനെയാണ് അവർ ആ രീതിയിൽ വളർന്നു വരണം. നമ്മുടെ മക്കൾ ഇസ്മായിലന്മാരാകണം, നമ്മുടെ മക്കൾ ആ രീതിയിലുള്ള മക്കളാകണം. ഇസ്മായിൽ നബിയുടെ ചരിത്രം ബാപ്പ പറഞ്ഞ ഉടനെ എല്ലാം അനുസരിക്കുന്ന മകന് ഒരു എതിർപ്പുമില്ലല്ലോ. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചരിത്രങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സന്താനങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് ഹിദായത്തിൻ്റെയും ഈമാനിൻ്റെയും തഖ്വയുടെയും എല്ലാ ദർജകളും നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ കുടുംബത്തോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم رب ارحمهما كما ربياني صغيرا. اللهم رب ارحمهما كما ربياني صغيرا. اللهم رب ارحمهما كما ربياني صغيرا. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين.